ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കാർത്തേജിലെ സിപ്രിയാൻ, വിശുദ്ധ സിപ്രിയാൻ, ഓഗസ്റ്റ് 31 നമ്മൾ ഓർക്കുന്ന വിശുദ്ധൻ. 190 ക്രിസ്തുവർഷം 190 നോർത്ത് ആഫ്രിക്കയിലെ കാർത്തേജിലാണ് അദ്ദേഹം ജനിച്ചത്. വിജാതീയ മാതാപിതാക്കളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എന്നാൽ 246 അദ്ദേഹം ക്രിസ്ത്യാനിയായി. അദ്ദേഹത്തെ ക്രിസ്തു ധർമ്മത്തിൻ്റെ സത്യങ്ങളും വിശ്വാസ പ്രമാണമൊക്കെ പഠിപ്പിച്ചത് കാർത്തേജിലെ വിശുദ്ധ സെസീലിയൂസ് ആണ്. 247, അതായത് മാനസാന്തരം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വൈദികനായിട്ട് പട്ടാഭിഷേകം നൽകി. 2 വർഷം കഴിഞ്ഞപ്പോൾ കാർത്തേജിലെ മെത്രാനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. ഈ 1 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് മെത്രാഭിഷേകം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ദേച്ചു ചക്രവർത്തി മതമർദ്ദനം ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹം ഒളിവിൽ പോയി. ഒളിവിലിരുന്നു കൊണ്ട് അജപാലന ശുശ്രൂഷ നടത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി, ഇങ്ങനെ ഭീരുവാണ്, ഒളിഞ്ഞിരുന്നിട്ടാണ് ചെയ്യണേ എന്നെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്തി. ഇങ്ങനെ വിശ്വാസത്തിന് വേണ്ടി മതമർദ്ദനങ്ങളും മതപീഡനം നേരിട്ട് അങ്ങനെ മരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം വേറെ തരത്തിൽ ഇങ്ങനെ കൊല്ലപ്പെടുന്നത് മാത്രമല്ലല്ലോ രക്തസാക്ഷിത്വം, മറിച്ച് അജഗണത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് അദ്ദേഹം ഒരുപാട് വഴികൾ കണ്ടെത്തി. അതെല്ലാം വളരെ സാഹസം നിറഞ്ഞത് തന്നെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പേടിയുണ്ടായിട്ടല്ല അങ്ങനെ പോയത്. ചില കാര്യങ്ങൾ എല്ലാം ഇല്ലേ, നേരെ ചെന്ന് പറഞ്ഞ് രക്തസാക്ഷിന് മരിക്കലല്ലോ, അല്ലാതെയും ചില കാര്യങ്ങൾ വിശുദ്ധി പ്രാപിക്കാനും ജനങ്ങളെ നോക്കാനും ക്രിസ്തുവിൻ്റെ ജനത്തെ നോക്കാനും പല മാർഗങ്ങളുണ്ട്. അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തി. അങ്ങനെ ഒളിവിലിരുന്നു കൊണ്ട് തന്നെ അജപാലന ശുശ്രൂഷ ചെയ്തു. ഭീരുവായിട്ടല്ല, അതിനാണ് കൂടുതൽ സാഹസം എടുക്കേണ്ടി വന്നത്. കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ കരുത്ത് വെട്ടി കൊല്ലപ്പെട്ടു, അതിനേക്കാളും സാഹസം എടുത്തൊരു കാര്യമാണ് ഈ കാർത്തേജിലെ വിശുദ്ധ സിപ്രിയൻ ചെയ്തത്. ലത്തീൻ ദൈവശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന ആളാണ് ടേർട്ടുല്യൻ. ടേർട്ടുലിൽ തൊട്ട് താഴെ നിൽക്കും ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ്, കാർത്തേജിലെ സിപ്രിയാൻ്റെ. വിശുദ്ധ പോന്തിയൂസിൻ്റെ സ്നേഹിതനായിരുന്നു. ഈ വിശ്വാസത്യാഗം ചെയ്തവരെ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചെടുക്കണോ എടുക്കേണ്ടത് വലിയ ചർച്ച കാലത്തുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഹിന്ദുക്കളെ കല്യാണം കഴിച്ചു പോയ ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ മുസ്ലിംസിനെ കല്യാണം കഴിച്ചു പോയ ക്രിസ്ത്യാനികൾ, അവരെ കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചെടുക്കണോ വേണ്ടിയോ? അവർ വിശ്വാസത്യാഗം ചെയ്തവരാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിച്ച് പോയി. ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെട്ട അവരുടെ ശരീരം, പരിശുദ്ധാത്മൻ്റെ ആലയമായ ശരീരം, അത് അന്യദേവന്മാർക്ക് കാഴ്ചവെച്ചു. അപ്പോൾ വലിയ വിഗ്രഹാരാധനയിലേക്ക് അവർ വീണിരിക്കുകയാണ്. അപ്പോൾ അവർ തിരിച്ചു വന്നാൽ തിരിച്ചെടുക്കണോ? അപ്പോൾ സിപ്രിയൻ പറഞ്ഞത് ഒരുപാട് വ്യവസ്ഥകൾ, കണിശമായും കർക്കശമായ വ്യവസ്ഥകൾ വെച്ചിട്ട് തിരിച്ചെടുത്താൽ മതി. ഇനി ആരും വിശ്വാസത്യാഗം ചെയ്യാൻ പാടില്ല എന്നൊരു കണിശക്കാരനായിരുന്നു സിപ്രിയാൻ. ഈ വലേരിയൻ്റെ പെർസിക്യൂഷൻ, ഈ മതമർദ്ദന കാലത്ത് 257 അദ്ദേഹത്തെ നാട് കടത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കാർത്തേജിലേക്ക് കൊണ്ടുവന്നു. 258 പിന്നത്തെ കൊല്ലം അദ്ദേഹം രക്തസാക്ഷിയായിട്ട് കൊല്ലപ്പെട്ടു. അപ്പോൾ ശരിക്കും രക്തസാക്ഷിയായിട്ട് മരിച്ചു. ഈ സിപ്രിയാൻ്റെ മാതൃക ഇന്ന് വളരെ പ്രസക്തമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വിശുദ്ധരുടെ നിണമാണ്, രക്തമാണ് നമ്മുടെ സഭയുടെ എന്ന് പറയുക വളക്കൂറുള്ള മണ്ണ്. ഇന്ത്യയിൽ വളക്കൂറുള്ള മണ്ണ്, ഇനിയും മണ്ണ് വളക്കൂറായി വരുന്നേ ഉള്ളൂ. രക്തസാക്ഷികളുടെ എണ്ണം കുറവുണ്ട്. നമ്മൾക്ക് രക്തസാക്ഷികളായിട്ട് മരിക്കാനായിട്ട് ഇടയാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന മറ്റ് ആളുകൾ: ഐദാൻ ഓഫ് ലിൻഡീസ് ഫാർണ, അമ്മി ഓഫ് സെസേറിയ, ആൻഡ്രൂ ദോത്തി, അരിസ്റ്റീഡസ് ദ ഫിലോസഫർ, ബർബോലേനോസ് ഓഫ് ബോബിയോ, കുത്ബുർഗ് ഓഫ് വിംബോൺ, സ്വെൻബൂർഗ് ഓഫ് വിംബോൺ, സിപ്രിയാൻ കാർത്തേജിൽ പറഞ്ഞു കഴിഞ്ഞു, ഹൊണറാത്തോസ് ഓഫ് മർസൈൽ, ജോസഫ് ഓഫ് അരിമഥേയ, മാർക്ക് ഓഫ് മിലാൻ, നിക്കഡീമസ് ഒപ്റ്റാറ്റസ് ഓഫ് ഒക്സ്ഫറെ, പൗലോനിസ് ഓഫ് ട്രിയേർ, ഫേർ താരസ് ഇ ക്ലാരെ, റെയ്മോണ്ട് നൊനാത്തോസ്, റോബുസ്റ്റിയൻ ഓഫ് മിലാൻ, റുഫീൻ ഓഫ് സിസേറിയ, തിയോദോത്തസ് ഓഫ് സിസേറിയ, മാർട്ടേഴ്സ് ഓഫ് പ്രേയിഗ 64 പേര്, മാർട്ടേഴ്സ് ഓഫ് ടസാക്കോ, സെസീദിയൂസ്, എവിറ്റിക്വിയസ്, പ്ലസിദസ് ഓഫ് മൊണ്ടെക്കാരോത്തോ, മാർട്ടൻ ദ സ്പാനിഷ് സിവിൽ വാർ, മാർട്ടേഴ്സ് ഓഫ് പൊസോ ദി ല ലഗാർത്ത 18 പേര്, അന്തോണിയോ ടോറസ് ഗാർസിയ, ബെർണാർഡോ സെംബ്രാനോസ് നിസ്റ്റാൽ, ഡയോനീസിയോ ഉള്ളിവാറി ബറായുവാൻ, എൻറീക്ക വിദ്വരേത്ത പൽമ, ഫെലിക്സ് പക്കോ എസ്കാർത്തിൻ, ഫെർണാണ്ടോ ഗ്രുന്ദ് ജിമേനസ്, ജർമാൻ മാർട്ടിൻ ഇ മാർട്ടിൻ, ഇസിഡോറോ പ്രീമോ റോഡ്രീഗ,
Isidro Ordóñez Díez, Jovan Blanc Padilla, José María Palacio Montes, José Vargas Nevado, Justo Sarigüegui Mendoza, Marciano Herrero Martínez, Miguel Menéndez García, Rafael Matuxua Juárez de Negrón, Rafael Martínez Navarro, Thomas Alonso Zanyuan, Thomas Morales Y. Morales, Ventureta Soleda Paulis, Ayulos of Orleans, Bobolenes of Bobbio, Bonaginda Manetti, Caterina Francisca Serona of Novara, Ziumed Macu Baird, Sinibertus of Bobbio, Ian Svite of Folkestone, Evergislus of Meo, Martin Godsfrucht, Maronsis of Fossombrón, Vala of Sorbier, Waldef of Croyland. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.